സ്കൂളിൽ പോയില്ലേ രണ്ടാളും? 4 മണിക്ക് വന്നതാ. എന്താ അച്ഛാത്? ഒന്നുമില്ല, പോയി കളിച്ചോ. ആ, എല്ലാരും എത്തിയോ? കല്യാണത്തിന് ഒരാഴ്ചയല്ലേ ഉള്ളൂ. ഏട്ടനൊരു സഹായത്തിന് ഞങ്ങൾ എത്തില്ലെങ്കിൽ ഏട്ടനൊരു വിഷമാവില്ലേ? ആ, അത് നന്നായി. ഇതൊക്കെ എവിടെന്നാ നീ വാങ്ങിയതാ? അല്ല, മേനോൻ സാറ് കൊടുത്തു വിട്ടതാ. നിന്റെ മുറിയിലൊക്കെ കുറച്ച് സാധനങ്ങളുണ്ട്. അത് വേണ്ടിയിരുന്നില്ല, നമുക്ക് പണിയേ കുറവുള്ളൂ. അല്ല, കൊടുത്തു വിട്ടപ്പോ വേണ്ടാന്ന് പറയാൻ പാടുണ്ടോ? 10,000 ഉറുപ്പിയുടെ സാധനം ഉണ്ടേ. ശോഭ നല്ല സൗകര്യത്തിൽ വളർന്ന കുട്ടിയല്ലേ? ആയിക്കോട്ടെ, സൗകര്യങ്ങള് നമ്മൾ ഉണ്ടാക്കിയാലും ഉണ്ടാവും. ഇവിടെ വരുമ്പോ ഇവിടത്തെ സൗകര്യങ്ങളോട് തൃപ്തിപ്പെടണം. അങ്ങനെയാ വേണ്ടേ. ഉദയൻ നളിനിയുടെ അപ്പുറത്തുണ്ട്. ഒന്ന് എന്റെ മുറിയിലേക്ക് വരാൻ പറ്റും? അല്ല, എന്റെ പഴയ ചാരികസരോ? അത് ഈ പുതിയതൊക്കെ ഇവിടെ ഇട്ടപ്പോ അതിവിടെ ഒരു അഭംഗിയായി തോന്നി. അപ്പൊ അത് മുകളിലേക്ക് മാറ്റിയിട്ടു. പകരം ചൂരൽ നെയ്ത പുതിയതൊരെണ്ണം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. പുതിയതൊന്നും വേണ്ട, ഏട്ടൻ പഴയ ആളല്ലേ. എന്റെ വേർപ്പും ചെളിയൊക്കെ പിടിക്കാൻ പഴയ തുണിക്കസര തന്നെയാ നല്ലത്. അതിട്ടിട്ടുണ്ടാവണം അപ്പങ്ങി എല്ലാരും അങ്ങ് സഹിക്കുക. വല്യേട്ടാ, വിളിച്ചു എന്ന് പറഞ്ഞു. ആ, വിളിച്ചു. എന്താ വല്യേട്ടാ? പറയാം, നീ ഇരിക്കെ. വലിയേട്ടൻ്റെ അടുത്തിരിക്കെ. അച്ഛൻ മരിക്കുമ്പോ നീ കൈക്കുഞ്ഞ അവിടെ നിന്ന് എല്ലാരെയും വളർത്തി ഈ കുടുംബം ഇത്രത്തോളം എത്തിക്കാൻ വലിയേട്ടൻ പെട്ട പാട് നിനക്ക് മനസ്സിലാവില്ല. മനസ്സിലാവണവര് അതൊക്കെ മറന്നു എന്നാ തോന്നേ. ഇന്ന് വരെ സത്യക്കേട് കാണിച്ചിട്ടില്ല വലിയേട്ടൻ. പക്ഷേ ഇപ്പൊ ചെയ്തു എന്നൊരു തോന്നല്. മനസ്സിന് സമാധാനമില്ല. വല്യേട്ടൻ പറയണത് എനിക്ക് മനസ്സിലാവണില്ല. നളിനിയുടെ കാര്യ ഞാൻ പറയണേ. അവളോടും കുഞ്ഞമ്മാമ്മയോടും ഞാൻ നെറുകേട് കാണിച്ചു. ശരിയാണ് വല്യേട്ടാ. വല്യേട്ടൻ ഇത് സമ്മതിക്കാൻ പാടില്ലായിരുന്നു. ഞാനത് ഏടത്തിയോട് പറയും ചെയ്തു. എല്ലാം അറിയണ വല്യേട്ടൻ തന്നെയല്ലേ മേനോൻ സാറിനെ പോയി കണ്ട് കല്യാണം ഉറപ്പിച്ചത്. തെറ്റാണ്. വല്യേട്ടൻ സമ്മതിച്ചു കൊടുത്തു. എല്ലാവരുടെ മുമ്പിൽ തോറ്റു കൊടുത്തു. സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ എന്താ ഉണ്ടാവുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ നീ? എന്താ ഒന്നും മിണ്ടാത്തെ? തെറ്റിപ്പിരിഞ്ഞു പോകരുത്. എല്ലാരും വേണം വലിയേട്ടൻ. എന്റെ കണ്ണടയണ വരെ നമ്മുടെ കുടുംബം ഇതുപോലെ ഉണ്ടാവണം. അതുകൊണ്ട് നെറുകേട് കാണിച്ചു. വല്യേട്ടാ, വല്യേട്ടൻ ചെയ്തതാ ശരി. തെറ്റോ ശരിയോ എനിക്കറിയില്ല. എന്നാ വലിയേട്ടൻ ഇപ്പൊ ഒരു തെറ്റ് ചെയ്യാൻ പോവാ. ഇവളോട് കാണിച്ച് നെറുകേട് തിരുത്തണം. വിജയന്റെ കല്യാണത്തിന് മുമ്പ് നമുക്ക് ഇവളുടെ കല്യാണം നടത്തിവിടണം. അതിന് വലിയേട്ടന് മുമ്പിൽ ഇപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ, മോഹൻദാൻ. വലിയേട്ടനോട് വെറുപ്പ് തോന്നരുത്. അയാള് സമ്മതിച്ചോ? സമ്മതിച്ചു. എന്റെ വാക്ക് വന്നിട്ടില്ല. പിന്നെന്തിനാ വല്യേട്ട എന്റെ അടുത്ത് പറയേണ്ട കാര്യം? നമുക്കത് ഉടനെ നടക്കും. പറയണം. നിനക്ക് ആലോചിച്ച ചക്കനാ. നാളെ നീ എന്റെ നേരെ കഴിച്ചുകൊണ്ടിരുന്നല്ലോ. പേടിയാണ് മോനെ. വലിയേട്ടന് ഇപ്പൊ എല്ലാരും പേടിയാ. ഏട്ടാ, അനുസരണക്കേട് വിചാരിക്കരുത്. എനിക്കിപ്പോ ഒരു കല്യാണം വേണ്ട. ഞാനിവിടെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞോളാം. മോളെ, നിനക്ക് വിളിച്ചത് ഇതാണ്. നീ ഈ വീട്ടിനുള്ളിൽ ഗതി കിട്ടാത്ത ആത്മാവ് പോലെ അലയണത് എനിക്ക് കാണാൻ വയ്യ. ഏട്ടനോട് ഇത്തിരിയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഏട്ടന്റെ വാക്കിനായിരുന്നെന്ന് പറയരുത്. പറയോ? സുധയുടെ ആദ്യം നടക്കട്ടെ, പിന്നെ ആദ്യം നിന്റെ. അവളെക്കാൾ മൂത്ത നീയാ. ഏട്ടനെ നീ വേറെ ഒന്നുമല്ല. സുധേ, നള്ളിയെടുത്തിട്ടുള്ള സ്വർണ്ണ ഉടുപ്പൊക്കെ താഴെ ഇരിക്കുന്നുണ്ട്. വലിയേട്ടന് 3 പോയി വാങ്ങിയതാ. ഇഷ്ടമായ നോക്ക്. കരയാതെ ചെല്ലു കുട്ടിയെ.
എന്തിനാടി വിഷമിക്കണേ? എന്നോട് പറഞ്ഞ പോരായിരുന്നു. ഞാൻ അവരോട് സംസാരിക്കായിരുന്നല്ലോ. കുട്ടികളുടെ മുമ്പിൽ ഇങ്ങനെ സങ്കടപ്പെട്ടു. വേണ്ടായിരുന്നു. സാരല്ലടി, താഴണ്ടപ്പോ താഴണം. എന്നാലും മനസ്സിനൊരു സമാധാനായി. കുഞ്ഞമ്മാവോടും അമ്മയോടും വിജയനോടും എല്ലാവരോടും ചെന്ന് പറയേ, 2 കല്യാണം നടക്കാൻ പോണേ. വെള്ളിയാഴ്ച നളിനിയുടെ, ഞായറാഴ്ച വിജയന്റെ. ഇല്ലേ? മണവാട്ടി പെണ്ണ് ചേരും. ഇപ്പൊ ഒരു തമിഴത്തിയുടെ ചായ ഉണ്ട്. നല്ലെടുത്തേ. അയ്യേ കരയേ. എന്താ ഇത്? നല്ല ചേലുണ്ട്. മാലതി പറഞ്ഞില്ലേ കാര്യം? ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ കുഞ്ഞമാമ ഇത്? എന്റെ പൊന്നു പോലെടാ നീ, എന്റെ പൊന്നു പോൽ. കാര്യം പെൺകുട്ടികളെ പ്രായമായ കല്യാണം കഴിച്ചു വിടണം. അല്ലെങ്കിൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല. വിട്ടാലോ അവരിറങ്ങി പോകുമ്പോ അത് സഹിക്കാനും വയ്യ. അമ്പയെ കെട്ടിച്ചു പോയപ്പോ ഒരാഴ്ച എനിക്ക് ഊണുമില്ല, ഉറക്കമില്ല. വല്ലാത്തൊരു ഇടപാടാ. കെട്ടിയ പെണ്ണെ കൊണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതെ, എന്നാലും ഇനി 2-3 മാസത്തേക്ക് വലിയ വിഷമാ. എന്നാലോ 1-2 കൊല്ലം കൂടെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് 5-6 ദിവസം കൂടുതൽ നിന്നാ പേടിയാ. എന്താണാവോ പ്രശ്നം? പിണങ്ങിപ്പോന്നതാണോ അല്ലെങ്കിൽ ഇറക്കി വിട്ടതാണോ? മനുഷ്യന്മാരുടെ കാര്യേ വല്ലാത്ത കെട്ടുപിണച്ചില്ല. ഇതിപ്പോ കുഞ്ഞമ്മാമയും കൂടിയാ പോണേ. അത് അതിനേക്കാൾ പ്രശ്ന. എന്റെ ചിറകൊടിഞ്ഞ പോലെ ആവും. കൊയ്ത്തിന്റെ സമയാവല്ലേ? എന്നാ കൊയ്ത്ത് കഴിയണവരെ മൂപ്പരോട് നിൽക്കട്ടെ. വേണ്ട, നളിനിയെ പിരിഞ്ഞിരിക്കാൻ വിഷമമുണ്ടാവും. മൂപ്പരിവിടെ ഉണ്ടായത് കൊണ്ട് എനിക്ക് സഹായമൊന്നുമില്ല. അറിയാലോ, കമഴ്ന്ന് കിടക്കണ പ്ലാവിലെ എടുത്ത് മലർത്തിയിടില്ല. എന്നാലും എനിക്ക് ദേഷ്യം വന്നാലോ സങ്കടം വന്നാലോ 4 ചീത്ത പറഞ്ഞ് മെക്കിട്ട് കയറാലോ. അതെ, ഒന്നിങ്ങോട്ട് വന്നേ. എന്തേ? കുഞ്ഞുമാമ ഭയങ്കര കരച്ചില്. എന്തിന്? ചോദിച്ചിട്ടൊന്നും പറയാനില്ല. എന്താടാ ഇത്? എന്തിനാ നീ ഇങ്ങനെ കരയണേ? കാര്യം എന്താന്ന് പറയേ. കുഞ്ഞമ്മാമേ, എന്താ അത്? എന്താ ഉണ്ടായേ? എന്താമേ? അവന് പോണ വിഷമം കൊണ്ടായിരിക്കും. ഓഹോ, നള്ളിയുടെ കൂടെ അല്ലേ പോണേ? പിന്നെന്തിനാ കുഞ്ഞമ്മാമ വിഷമിക്കണേ? മുഖം തന്നെ ചെറുപ്പം മുതലേ കുഞ്ഞമ്മാമയ്ക്ക് അറിയാം. കുഞ്ഞമ്മാമയ്ക്ക് അവിടെ സുഖമായിരിക്കും. എനിക്ക് വേണ്ട സുഖം. മരിക്കണ വരെ എന്റെ ചാട്ടവും ചീത്ത കേട്ട് കഴിഞ്ഞാൽ മതി. എന്താ കുഞ്ഞമ്മാമ ഈ പറയണേ? എന്നെ പറഞ്ഞു വിടരുത് പോലെ. എന്നാ കുഞ്ഞമ്മാമ ഇവിടെ നിൽക്കട്ടെ ഏട്ടാ. കുഞ്ഞമ്മാമ ഇവിടെ നിൽക്കണതിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പോണ്ടേ പോണ്ട, അത് നല്ല തമാശ. എന്നാ രാഹുകാലത്തിന് മുമ്പ് നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. അച്ഛൻ ഇവിടെ നിൽക്കട്ടെ. യാത്ര ഒന്നും പറയാൻ നിൽക്കണ്ട, വേഗം പോ. എല്ലാരും കൂടെ മനുഷ്യനായിട്ട് വലയ്ക്ക. പോവാം, ലേറ്റ് ആയ ബസ്സില്ല. പറ്റേട്ടാ. ശോഭേ, താൻ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങടോ. ഞങ്ങളുടെ നാടൊക്കെ ഒന്ന് കാണണ്ടേ? കാണാൻ മാത്രം ഉണ്ട്. താഴേക്കൊന്ന് ഇറങ്ങിക്കൂടെ തനിക്ക്? ഞാൻ ഇവിടെ ഇരുന്നോളാം. ഇതല്ലാതെ വൃത്തിയുള്ള ഒരു സ്ഥലം ഉണ്ടോ ഈ വീട്ടില്? പൊടിയും ചാണകവും അരച്ചിട്ട് വയ്യ. ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ. കൃഷിക്കാരുടെ വീടാണ്, ഇത്രയൊക്കെ സൗകര്യങ്ങളെ ഉണ്ടാവും. കൃഷിക്കാരുടെ വീടായതുകൊണ്ട് വൃത്തി പാടില്ലെന്നുണ്ടോ? ഞാൻ കാണാത്തൊന്നുമല്ല കൃഷിക്കാര്. എന്റെ ഒരു അങ്കിൾ ഒന്നാന്തരം കൃഷിക്കാരനാ. റബ്ബറും ഏലവും തേയിലയും ഒക്കെ ഉണ്ട്. അങ്കിളുടെ വീട്ടിൽ ഒരു ദിവസം പോവാം, ഒന്ന് കണ്ടു നോക്ക്. അതും ഇതുമായിട്ട് താരതമ്യപ്പെടുത്തരുത്. അവര് കൃഷിക്കാരല്ല, പ്ലാന്റേഴ്സ്. ഇത് മണ്ണിൽ പണിയെടുക്കുന്ന സാക്ഷാൽ കർഷകരാ. എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് ഒരു കംപ്ലൈന്റും ഇല്ല. ഞാൻ ഇവിടെ ഇരുന്നോളാം. താൻ ഇങ്ങനെ ആയാ ഇവിടെ ഒറ്റപ്പെടും.
ഏടത്തിയും സുധയും അമ്മയും കുട്ടികളും ഒക്കെ ആയിട്ട് ഇടപഴകണം. ഇടപഴകൽ എല്ലാവർക്കും ആവാം, ഞാൻ മാത്രം പോരാ. ഇതെന്നെ കാണുമ്പോ എല്ലാവർക്കും നാക്കിറങ്ങിപ്പോ. എന്നോടാകെ ഇത്തിരി സ്നേഹം കാട്ടിയത് അംബികയെടുത്തിയാ. സുധയ്ക്ക് എന്നെ ഇഷ്ടമായിട്ട് കൂടിയില്ല. ഒക്കെ തന്റെ തോന്നല. തന്നോട് സംസാരിക്കാൻ അവർക്ക് ചെറിയ പേടിയുണ്ടാവും, അതാ. അത്ര ഭയങ്കരിയാ ഞാൻ? അതല്ല ശോഭേ, വലിയ വീട്ടിലെ പെണ്ണ്, പഠിച്ചവള്, എന്ത് പറഞ്ഞാലാണ് ഇഷ്ടമാവുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. താൻ ചെല്ലുക, അവരോടൊപ്പം അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ സഹായിക്കുക, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക. ഇന്നലെ തന്നെ കണ്ടില്ലേ ഏട്ടന്റെ ഒരു ഉത്സാഹം? കണ്ടു. കൊള്ളിക്കിഴങ്ങ് അമൃതല്ലേ, ഒരു ചേഞ്ചിനൊക്കെ കൊള്ളാം. എന്നും കഴിക്കാൻ പറ്റുമോ? എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എന്തൊക്കെ പറഞ്ഞു. എന്നിട്ട് അമ്മയും സുതി ഒരു വാക്കും മിണ്ടിയോ? ഏട്ടന്റെ ഒരു ചിരി, ഭക്ഷണ സാധനം വായിലിട്ടിട്ട് അട്ടാസിക്കണേ, എന്റെ പാത്രത്തിൽ തെറിച്ചിട്ടുണ്ടാവും. കൃഷിക്കാരും നാട്ടുമ്പുറത്തുകാരും ഒക്കെ ആവാം. മറ്റാളുകളും കൂടി ഭക്ഷണം കഴിക്കണമെന്ന് ഓർത്താ ഒരു തെറ്റുമില്ല. താൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ച ആകെ പ്രശ്നമാവും. ആഹാ, മോളെന്തിനാ അടുക്കളയിലേക്ക് വന്നേ? എനിക്കെന്താ അടുക്കളയിൽ വന്നാൽ? എനിക്കും പഠിക്കണം എല്ലാം. ഞാൻ പഠിപ്പിച്ചേരാ എന്റെ കൂടെ നിന്നു. വന്ന കാലത്ത് എനിക്കും ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ. നല്ലി എന്റെ ഗുരു. ഇതെന്ത് കറിക്കണമ്മേ? സാമ്പാറിന്. അപ്പൊ അടുപ്പിലിരിക്കണതോ സാമ്പാറല്ലേ? അത് സാമ്പാറിനുള്ള പരിപ്പാ. അതൊരു വേവാവുമ്പോ ഈ കഷ്ണങ്ങൾ ഇടണം. ഞാൻ ഇട്ട് നോക്കാം. ഇട്ടോ? അയ്യോ പൊള്ളിയ മോളെ, തുണി കൊണ്ടെടുക്കണം. സാരില്ല. അയ്യോ തെറിച്ചോ? ഇത്തിരി തുപ്പല് വരട്ടെ, നക്കിയാ മതി. വേണ്ട, അമ്മ നോക്കട്ടെ. അയ്യോ, അല്ലെങ്കിൽ കൈ കൊമളിക്കും മോളെ. അതിന് നക്കാ. തെറ്റുണ്ടോ ഇവിടെ? അമ്മ എന്തിനാ അങ്ങനെ ചെയ്യാൻ പോയേ? അല്ലെങ്കിൽ അവിടെ കൈ പൊള്ളി വീർക്കും മോളെ. വീർത്തോട്ടെ. എന്താ? ഒന്നുമില്ല. മാനത്തുനിന്ന് പൊട്ടി വീണതല്ലേ? പൊട്ടി വീണിട്ടൊന്നുമല്ല, എനിക്ക് തുപ്പൽ അറപ്പാ. എന്തൊക്കെ രോഗാണുക്കൾ ഉണ്ടാവും. എന്താടി, എന്താ ഉണ്ടായേ? ഇവിടെ ആർക്കും മഹാരോഗമൊന്നുമില്ല. എന്താമ്മേ? ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? നീ ആ കഷ്ണം വിട്ട് അരപ്പ് കൂട്ട്.